അവർ കണ്ട ഉടനെ ഞങ്ങളെ തട്ടിക്കളയും, നീ ഇങ്ങനെ ചതിക്കരുതായിരുന്നു എന്നും പറഞ്ഞിട്ട് അവൻ കോബിനെയും വിളിച്ച് ഇവരെ വീടിന്റെ പിൻവാതിൽ വഴി രക്ഷപ്പെടാൻ തുടങ്ങും. അപ്പൊ കോബി പറയുന്നുണ്ട്, നീ ഞങ്ങളെ കൂട്ടിക്കൊടുക്കാനാണോ ഇവിടെ വിളിച്ചോണ്ട് വന്നതെന്ന്. അപ്പൊ ഡോക്ടർ ദേഷ്യപ്പെട്ട്, ഞാൻ നിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതാ, എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. അതെ, നീ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് ആ പോലീസുകാർക്ക് തിന്നാനിട്ട് കൊടുത്തു, നിന്നെ ഇനി ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ ഹീറോ ഈ ഡോക്ടറെ കാറ് തട്ടിയെടുത്തിട്ട്, നീ ഞങ്ങളെ കുടുക്കിയതുകൊണ്ട് ഞങ്ങൾ ഈ കാർ എടുത്തിട്ട് പോവാം, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലിയും കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ കീഴടങ്ങാന്ന്, അതിനു മുന്നേ നീ ഞങ്ങളെ പറഞ്ഞു കൊടുത്തു, ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഇവരെ കാർ എടുക്കുമ്പോൾ ഡോക്ടർ അതിനകത്ത് ചാടിക്കയറും. ഞാൻ നിന്നെ ചാകാൻ അനുവദിക്കില്ല, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ, നീ കീഴടങ്ങുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഡോക്ടർ കാര്യം ചാടി വണ്ടിക്കകത്ത് കയറി. അപ്പണ്ട് ഒരു പോലീസ് പട തന്നെ അങ്ങോട്ട് വരുന്നു, കുറേ അധികം കാറുകൾ. കോബി പറയും, ദാ നോക്ക് നമ്മുടെ നെഗോഷിയേറ്റേഴ്സ് വരുന്നു, നമ്മളോട് സംസാരിക്കാൻ ഇത്രയും പടയായിട്ട് വരുന്നു, കണ്ടില്ലേ എന്ന്. ഡോക്ടർ അവന് ചീത്ത പറയും, നിനക്കിതെല്ലാം തമാശയാടാ. അതിലൊരു പോലീസ് കാർ വേഗത്തിൽ വന്ന് ഇവരെ കാറിന് ഇടിച്ച് ചളുക്കി, എയർ ബാഗൊക്കെ പൊട്ടി ഓപ്പണായി. 4 സൈഡും പോലീസുകാർ ഇവരെ ലോക്ക് ചെയ്തു. പിടി കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു, ഒരു സെക്കൻഡ് ആലോചിച്ച് നിന്നിട്ട് ഹീറോ വണ്ടി വളച്ചെടുത്ത് വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങും. എയർ ബാഗ് പൊട്ടിയ കാറുകൾ വീണ്ടും ഓടുമോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നോട് ഇല്ല എന്നാണ് ഏതൊരു കാറൻ പറഞ്ഞത്. വേഗത്തിൽ പോകുമ്പോൾ ഡോക്ടർ പറയാണ്, റോണി നീ ശ്രദ്ധയില്ലാതെ കാർ ഓടിക്കുന്നു. അപ്പൊ ഹീറോ, ഞാൻ വലിയൊരു കാർ ചേസിങ്ങിലാണ്, കാർ ചേസിങ്ങിൽ എല്ലാവരും ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുക. ഇവര് തമ്മിലുള്ള സംസാരം കുറച്ചു നേരം കേട്ട് കഴിയുമ്പോഴാണ് കോബിക്ക് മനസ്സിലാവുക, ഓഹോ അപ്പൊ നീ ശരിക്കുള്ള ഡോക്ടർ അല്ല അല്ലേ, ഈ മനോരോഗിയെ ചികിത്സിക്കുന്ന മനോരോഗ ഡോക്ടറാണ് നീ, എന്നിട്ടാണോടി നീ എന്റെ നെഞ്ചൊക്കെ കുത്തിത്തുളച്ച്. അപ്പൊ ഡോക്ടർ പറയും, എനിക്ക് MDയും കൂടെ ഉണ്ട്, ഞാൻ ചികിത്സിച്ചുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്, നീ ജീവൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നല്ലേ, അങ്ങനെ തന്നെ വിട്ടാ മതിയായിരുന്നു. അത് കേൾക്കുമ്പോൾ കോബി പറയും, നീ ഒരു സൈക്യാട്രിസ്റ്റ് ആണോ, ഒരു പേഷ്യന്റ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കളിയാക്കുന്നു, നാണമില്ലേ നിനക്ക്? ഞാൻ കളിയാക്കിയതല്ല, നീ ഒരു മര്യാദയില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് ഫാക്ട് നിന്നോട് പറഞ്ഞതാ. ഉടനെ കോബി, വണ്ടി നിർത്ത്, എന്നെ ഇറക്കിയോട്, എന്റെ ഫീലിങ്സ് പുറത്ത് കാണിച്ചുകൊണ്ട് നാണം കെടാൻ എനിക്ക് വയ്യ, വണ്ടി നിർത്ത്, ഞാൻ നിങ്ങളോട് മിണ്ടില്ല, ഞാൻ ഇറങ്ങിപ്പോവാന്ന് പറയും. ഹീറോ ആണെങ്കിൽ പ്രാന്തുകളുടെ വർത്താനമൊന്നും കേൾക്കുന്നില്ല. ചുറ്റിലും ഒരുപാട് പോലീസുകാർ, അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെടുക. ഭാഗ്യത്തിന് ഒരു ടണലിനകത്ത് വെച്ച് വലിയൊരു ട്രക്ക് ഇവർക്ക് ബ്ലോക്കായിട്ട് നിൽക്കും. ഇവർ ആ ട്രക്കിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് പോലീസുകാർ പുറകെ വരുന്ന ജാമായി ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെ രക്ഷപ്പെട്ട് ഇനി എങ്ങോട്ടാ പോണ്ടേന്ന് അറിയാതിരിക്കുമ്പോഴാണ് കോബി പറയുക, എന്റെ ബാറിലേക്ക് വണ്ടി വിടുന്നു, ഗോ ടു മൈ ബാർ. ഡോക്ടർ ചോദിക്കും, നിനക്ക് ബാറുണ്ടോന്ന്? അതെന്താ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത? എല്ലാവരോടും വീണ്ടും പറയണോ? എനിക്കൊരു ബാറുണ്ട്. അങ്ങനെ ഒരു ബാറിലേക്ക് പോവാണ്. ആ സമയത്ത് വൈറ്റ് ഡാഡി ബ്ലാക്ക് കോട്ട് ഇട്ട് ഈ ക്യാബിൻ ഹൗസിലേക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ഡാഡിനെ വിളിച്ചോണ്ട് പോവാൻ. ഒരു കൊള്ള പ്ലാൻ ചെയ്ത് ഈ രാജ്യം തന്നെ വിട്ടുപോകേണ്ട അവസ്ഥയായി പാവങ്ങൾക്ക്. പിറുപിറുത്തോണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോവും. ഇവിടെ ഹീറോയും കുടുംബവും കോബിയുടെ ബാറിലേക്ക് എത്തി. അകത്ത് കയറാൻ മാർഗമൊന്നുമില്ല. ഇവൻ വിൻഡോ പൊട്ടിച്ച് ഹീറോയെ അകത്തേക്ക് ചാടാൻ പറയും. അവന്റെ കൈ തുന്നിക്കെട്ടിയിരിക്കുകയല്ലേ, സോ ഹീറോയെ ചാടാൻ പറയും. ഹീറോ അകത്ത് കയറി അകത്തുനിന്ന് ലോക്ക് മാറ്റി ബാക്കിയുള്ള രണ്ടുപേരെയും ബാറിനകത്തേക്ക് കയറ്റി. ഒരു തീരുമാനമാവുന്നവരെ നമുക്കിവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞ് ഓരോ പെഗ്ഗടിച്ച് ഇവർ കാത്തിരിക്കുകയാണ് ബാറിനകത്ത്. അപ്പണ്ട് നമ്മൾ നേരത്തെ കണ്ട റൗഡി പോലീസിന്റെ വലിയ ട്രക്ക് അങ്ങോട്ട് വരുന്നു. അത് കറക്റ്റ് ഈ ബാറിന് ഫ്രണ്ടിൽ തന്നെ നിർത്തും. ഈ ട്രക്കിനെ കണ്ടുടനെ കോബി പേടിച്ച് നമ്മളെ പിടിക്കാൻ തന്നെ അവന്മാർ വന്നിരിക്കുന്നു, വേഗം എല്ലാവരും എൻ്റെ കൂടെ വന്ന് പറഞ്ഞ് ഈ ബാറിനടിയിലായിട്ട് ഒരു ഹിഡൻ ബേസ്മെന്റ് ഉണ്ട്. അവിടെ ബാക്കിയുള്ള രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോയി കോബിയും കൂടെ ഒളിച്ചിരിക്കും. ആ സമയത്ത് വീണ്ടും ഇവൻ ഡോക്ടറെ ചൊറിയാൻ തുടങ്ങാണ്. നീ എന്തിനെ ഈ മരപ്പൊട്ടനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങിപ്പോന്ന്? ഇതിനു മുന്നേ ആരോ നിന്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന ആള് ചത്തുപോയല്ലേ, അതല്ലേ സത്യം? അവള് പറയുന്നു, മിണ്ടായിരിക്കടാ. അവൻ മിണ്ടായിരിക്കില്ല. നിന്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന എല്ലാവരും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇങ്ങനെ ക്രൈമൊക്കെ ചെയ്ത് ജീവിതം വെടിയുന്നവരാ. ഹീറോ ഒന്നും മിണ്ടായിരിക്കടാ, ആളകത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കോബി വീണ്ടും ചോദിക്കും, എനിക്കെന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടർ പറയും, അതെ, നിനക്ക് സോഷ്യൽ എൻഗേജ്മെന്റ് ഡിസോർഡർ ഉണ്ട്, ചെറുപ്പത്തിലെ അറ്റാച്ച്മെന്റ് കോംപ്ലക്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ നിന്നെ വിട്ടുപോകുമോ, ആരും കൂടെ ഉണ്ടാവില്ലയോ എന്നുള്ള പേടിയുണ്ട് നിനക്ക്. കോബി കുറച്ചേരം ആലോചിച്ചിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, നീ എന്റെ ക്യാരക്ടറിന് ക്ലാസ് എടുക്കുമ്പോൾ കോളേജിൽ പോയില്ലെന്ന് തോന്നുന്നു, നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഡോക്ടർ പറയും, നീ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, ആരെങ്കിലും സത്യം പറഞ്ഞാൽ നിനക്കത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ കോബി പറയും, എനിക്കിപ്പോഴാണ് എല്ലാം മനസ്സിലാവുന്നത്. നിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നവർ എന്തുകൊണ്ട് സ്വന്തം തലയ്ക്ക് വെടിവെച്ച് മരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഡോക്ടർ പറയും, ഒരു സുഹൃത്തിനെ നിനക്ക് വേണമെങ്കിൽ തിരിച്ചും ഒരു സുഹൃത്തായിട്ട് പെരുമാറണം, ഇതല്ല പെരുമാറ്റം. അവരങ്ങനെ തമ്മിൽ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഈ വലിയ റൗഡി പോലീസ് ഇവരെ ബാറിന് ചുറ്റോട് ചുറ്റും നടന്ന് നോക്കുക. അപ്പൊ അത് കണ്ട് യഥാർത്ഥ ഓണർ നമ്മുടെ മുത്തശ്ശൻ, കോബിയുടെ മുത്തപ്പൻ, പുള്ളിക്കാരൻ ഫ്രാങ്ക്, കുറെ നാളായല്ലോ കണ്ടിട്ട്, എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പൊ റൗഡി പോലീസ് എനിക്കിതിനകത്തേക്ക് കയറണമെന്ന് പറയുന്നുണ്ട്. അടുത്ത സീൻ ഈ മുത്തശ്ശൻ തന്നെ റൗഡി പോലീസിനെ വിളിച്ചോണ്ട് വന്ന് ഇവർ അണ്ടർഗ്രൗണ്ട് തുറന്ന് അതിനകത്ത് ആളുള്ളത് റൗഡി പോലീസിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഹീറോയോട് കോബിയോട് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ പറയാം.
എന്നീ മുത്തശ്ശൻ പറയും. കോബി മെല്ലെ പുറത്തേക്ക് വരുന്നു. മുത്തശ്ശൻ, നീ എൻ്റെ കൈവിട്ടുപോയി കോബി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിന്റെ വിധി, നിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മെല്ലെ ഇറങ്ങിപ്പോവും. പോകുന്ന വഴിക്ക് ഫ്രാങ്കിനോട് ആ റൗഡി പോലീസിനോട് പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് തീർത്തേക്ക്, എനിക്ക് ബുദ്ധിമുട്ടാൻ വയ്യാന്ന്. പുള്ളിക്കാരൻ പോയി കഴിയുമ്പോൾ റൗഡി പോലീസ് എല്ലാവരോടും ചെയറിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയാത്ത സമയത്ത് ഹീറോയോടൊരു ഡയലോഗ് പറയാൻ പറഞ്ഞില്ല മുടിയൻ. അത് ഹീറോ പറയും, ഐ ഹാവ് എ ഗൺ. അപ്പൊ ഈ പെരും പോലീസ് ചോദിക്കുക, ശരി ആ ഗണ്ണുകൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നു? ഹീറോ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു മൂലയ്ക്ക് മാറിയിരിക്കും. അപ്പൊ അയാൾ ഹീറോയോട് ചോദിക്കുക, ഇതിനു മുമ്പേ നീ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഹീറോ, ഇല്ല, ഇതിനു മുമ്പേ എൻ്റെ ഓർമ്മയിലില്ല, ഇതാണ് ആദ്യം എന്ന് പറയും. അപ്പൊ അയാൾ നീ ആരാണെന്ന് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ഹീറോയുടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറാ, ഈ ക്രൈമുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് കോബി പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ പോലീസ്, ആ സാധനം എവിടെ, എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കോബിയുടെ കയ്യിൽ നിന്ന് ആ ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഇത് കൊടുക്കാൻ നേരം കോബി ചോദിക്കും, മേയർ എന്തുകൊണ്ട് ഇത്ര ഡെസ്പറേറ്റ് ആയി ഈ ബ്രേസ്ലെറ്റ് വേണമെന്ന് പറയുന്നു? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ, അതെന്താണെന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ അറിയണ്ടെങ്കിൽ നീയും അറിയേണ്ട ആവശ്യമില്ല, അത് തിരിച്ചാടാന്ന് പറഞ്ഞ് കോബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാളെ. ഈ ഫ്രാങ്ക് വലിയ റൗഡിയാ. ഇയാളെ ഈ ടൗണിലുള്ള എല്ലാവർക്കും പേടിയാണെന്നുള്ളത് പല സീനും കാണുമ്പോൾ മനസ്സിലായി. ക്രൈമിൽ ഉൾപ്പെട്ട 2 പേരും ഇവിടെ ഇരിക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വരുന്നുണ്ട്. ക്രൈമിൽ ഉൾപ്പെടാത്ത ഈ ഡോക്ടറെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ലേഡി ഡോക്ടറെയും വിളിച്ചിട്ട് കുണ്ടു പോലീസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉണ്ട് നിറച്ച് പോലീസുകാർ. എല്ലാവരും ഇവരെ വെടിവെച്ച് കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കുക. ഹീറോ ആണെങ്കിൽ കീഴടങ്ങാൻ വേണ്ടി ടേബിളിൽ കൈവച്ച് നിൽപ്പുണ്ടാവും. താൻ എന്താടാ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ, ഞാൻ കീഴടങ്ങാൻ പോവാ, ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ കോബി ചിരിച്ചിട്ട്, നിനക്ക് മണക്കുന്നില്ലേ? ഇപ്പോഴും നിനക്ക് മണക്കുന്നില്ല? ഹീറോ ശ്വാസം വലിക്കും. ഗ്യാസിന്റെ മണം. പോലീസുകാർ വെടിവെക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ ബാറ് പൊട്ടിച്ചെതറുന്നത്. അങ്ങനെ പോലീസുകാരുടെ ശ്രദ്ധയൊക്കെ മാറ്റി നമ്മുടെ ആൾക്കാർ ഒരു ബസ്സിൽ കയറി രക്ഷപ്പെട്ടു പോവാ. ഇപ്പൊ ഹീറോ ചോദിക്കും, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പൊ കോബി പറയും, നമുക്കെന്നാ മോൺട്രിയൽ പോയാലോ, അവിടെ ചെന്ന് രക്ഷപ്പെടാം, ഈ നാട്ടിൽ നിന്നാ പണിയാ. അപ്പൊ ഹീറോ, അങ്ങോട്ട് പോകാൻ വല്ല വഴി നിനക്കറിയോ? എന്തിനു വഴി അറിയണം? സിഗ്നൽ നോക്കി ഹൈവേ കൂടെ പോയാൽ പോരെ. ഇപ്രാവശ്യം കോബിയാണ് മണ്ടൻ. ഹീറോയ്ക്ക് പിന്നെയും ബോധമുണ്ട്. എടാ, മോൺട്രിയൽ മറ്റൊരു രാജ്യമാണ്, കാനഡയാണ്, എങ്ങനെ ബോർഡർ കിടക്കും? നിനക്കവിടെ വല്ലവരെ അറിയോ? അപ്പൊ കോബി, എന്നാ പിന്നെ മല കയറി ഇറങ്ങി നമുക്ക് ബോർഡർ താണ്ടിപ്പോയിക്കൂടെ? ഇപ്പൊ ഹീറോ പറയും, അവിടെ -50 ആണ് മലയുടെ മണ്ടയിൽ, 20 അടിക്ക് സ്നോ ഉണ്ട്, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. ഞാനില്ല, ഞാനൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവാന്ന് ഹീറോ പറയും. അപ്പൊ കോബി ചോദിക്കും, എങ്ങനെയാ നീ കൊള്ളയടിക്കാൻ പോണേന്ന്. അതിന് ഹീറോ നേരെ തോക്കും എടുത്ത് ഒരു മാസ്കും ധരിച്ച് ബാങ്കിനകത്തേക്ക് കയറി ചെല്ലുന്നു. ആൾക്കാരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം വാരി ഇറങ്ങിപ്പോരും. അപ്പൊ കോബി പറയും, ബാങ്ക് ഫിഷ് മാർക്കറ്റ് അല്ല, അതിനകത്ത് സെക്യൂരിറ്റികളുണ്ടാവും തോക്കുമായിട്ട്, അവരെന്ത് ചെയ്യും? പിന്നെ വോൾട്ട് എങ്ങനെ തുറക്കും? നിന്റെ ഈ മണ്ടൻ പരിപാടിനേക്കാളും നല്ലത് മഞ്ഞുമല കയറുന്ന അതേ ഒരു വഴിയുള്ളൂ, നീ മഞ്ഞുമല കയറിക്കോ, ഞാൻ നിന്റെ കൂടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് മാറിയിരിക്കും. നീ കൊള്ളയടിക്കാൻ പോയിക്കോ, വോൾട്ടിനകത്ത് പൈസ ഉണ്ടാവില്ല, ആൾക്കാരെ നിന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അങ്ങനെ പരസ്പരം കളിയാക്കി ഇവർ മാറിയിരിക്കുമ്പോഴാണ് ഇലക്ഷൻ സംബന്ധിച്ച കുറെ പ്ലക്കാർഡുമായിട്ട് ആൾക്കാർ ഇവർ പോകുന്ന ബസ്സിനകത്തേക്ക് കയറാം. അതിൽ ഒരു പ്ലക്കാർഡ് കാണുമ്പം നമ്മുടെ കോബിയുടെ ബൾബ് കത്തി തുടങ്ങും. അവൻ ആ ബ്രേസ്ലെറ്റിലെ മുഴുവൻ നമ്പേഴ്സ് ഓർമ്മയുണ്ട്. 18, 30, 87, 27, 29, 80. അവനത് ഹീറോയോട് പറയും, അതാണ് ബ്രേസ്ലെറ്റിലുണ്ടായിരുന്ന നമ്പർ. നിനക്ക് നിന്റെ 32,480 വേണ്ടേ? അത് അയാളുടെ കയ്യിലുണ്ട്. ഇവൻ ആ പ്ലക്കാർഡ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇവർ നേരെ മേയർ ഓഫീസ് എവിടെയാണുള്ളത് അവിടെ ബസ് ഇറങ്ങി കോബി ഹീറോയോട് പറയാണ്, 20 വർഷമായി മേയർ തട്ടിയെടുത്ത കൈക്കൂലിയും വെട്ടിപ്പണങ്ങളും എല്ലാം അയാളുടെ സേഫിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ സേഫിന്റെ ലോക്ക് നമ്പർ ആയിരുന്നു ബ്രേസ്ലെറ്റിലുണ്ടായിരുന്നു. ആ സേഫിലുള്ള സാധനങ്ങൾ ഇതുവരെ മാറ്റിക്കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മേയർ ഇപ്പോഴും ആ ഓഫീസ് വിട്ട് പോവാത്തത്. ഇത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, നമ്മൾ വീണ്ടും മേയറെ കൊള്ളയടിക്കാൻ പോവാണോ? അത് അതിബുദ്ധിയല്ലേ? അതിന് കോബി പറയും, നമ്മൾ ഈ അതിബുദ്ധി കാണിക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത് നമ്മുടെ റൗഡി പോലീസ് ആ ബ്രേസ്ലെറ്റുമായി മേയർ പിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അയാൾ അതിന്റെ നമ്പർ വെച്ച് സേഫ് തുറക്കുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ പോലീസുകാരന്റെ ജോലി കഴിയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആ റൗഡി പോലീസിനെ കാണാതെ നമ്മുടെ കൂട്ടുകാർ 2 പേരും മെല്ലെ ഫയർ റെസ്ക്യൂ ടീമിന്റെ അടുത്തേക്ക് വന്ന് അവരെ വണ്ടിയിലേക്ക് ആരും അറിയാതെ കയറി അവരുടെ യൂണിഫോം ഇട്ട് നേരെ അടുത്തുള്ള സബ്വേ സ്റ്റേഷനിലേക്ക് പോകും. ഈ സ്റ്റേഷനിൽ ഫയറിന്റെ ആൾക്കാരെ പോലെ ബോസ്റ്റൺ ഡിപ്പാർട്ട്മെന്റ് എന്നും പറഞ്ഞ് സബ്വേയുടെ അടിയിലേക്ക് വന്ന് മേയർ കെട്ടിടത്തിനകത്തേക്ക് പോകുന്ന ഒരു ഗ്യാസ് പൈപ്പ് ഉണ്ട്. അതിൽ പെട്രോൾ ഒഴിച്ച് നമ്മുടെ എണ്ണം തീ കൊളുത്തും. ഇവിടെ തീ കൊളുത്തിയാൽ ആ കെട്ടിടത്തിനകത്തേക്ക് ഫയർ ഉണ്ടാവുന്നു. അങ്ങനെ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് കെട്ടിടത്തിനകത്തുള്ള എല്ലാവരും ഇവാക്വേറ്റ് ചെയ്യണം, പുറത്തു പോകണം. ഈ സമയം മേയർ സേഫിൽ നിന്ന് പണം എടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എല്ലാ ലൈറ്റും ഓഫ് ആവും. അലാം അടിക്കുന്നുണ്ട്. ഒരു അനൗൺസ്മെന്റ് കേൾക്കാം, കെട്ടിടത്തിന് തീ പിടിച്ചു, എല്ലാവരും ഉടനെ തന്നെ ഇവാക്വേറ്റ് ചെയ്യുക, എല്ലാവരും പുറത്തു വരും. ഈ സമയം നോക്കി പ്ലാൻ വർക്കൗട്ടായെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോസ് 2 പേരും സാധാരണ ഫയറിന്റെ ആൾക്കാരെ പോലെ ഈ കെട്ടിടത്തിനകത്തേക്ക് കിടക്കും. അപ്പോഴാണ് ബിൽഡിംഗ് മാനേജർമാർ 2 പേരും ഒന്ന് മേയറോട്, സാർ എത്രയും പെട്ടെന്ന്
പെട്ടെന്ന് മുറി ഒഴിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ആപത്താണെന്ന് പറയാം. മേയർ സമ്മതിക്കില്ല. എനിക്കൊരു 5 മിനിറ്റും കൂടെ തരൂ, എനിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മോളിൽ നിന്ന് വെള്ളം ചീറ്റാൻ തുടങ്ങും. തീയുണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളം ചീറ്റിൽ ഓണായിരിക്കുക. ഈ ബിൽഡിംഗ് മാനേജർമാര് മേയർ ഈ അവസ്ഥയിൽ നിങ്ങളിവിടെ വിടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. മേയർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ സേഫ് അങ്ങനെ വെറുതെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരന്റെ പിയോട് അവിടെ തന്നെ നിന്നോ, ആ സേഫ് വിട്ട് നീ എങ്ങോട്ട് മാറാൻ പാടില്ല, മാറിക്കഴിഞ്ഞാൽ നിനക്ക് ജോലി ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മേയർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഹീറോയും കോബിയും കൂടെ മെല്ലെ ബിൽഡിങ്ങിനകത്തേക്ക് കയറി വരുന്നത്. ഫയർ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വേറെ വഴിയിലൂടെ ആയിരിക്കും പോവുക. ഇവര് രണ്ടുപേരെ കാണുമ്പോൾ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ക്യാപ്റ്റൻ, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാടാ പോണേ, നിങ്ങൾ ആരാണടാന്ന് ചോദിച്ചിട്ട് പുറകെ വരുന്നുണ്ട്. അയാളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ ഓടാൻ തുടങ്ങും. ഓടി അവസാനം മേയർ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ച് ആ ക്യാപ്റ്റനെ ഇവർ പുറത്താക്കി. പക്ഷെ പുള്ളിക്കാരന് സംശയം, ഇവന്മാർ ഫയറിന്റെ ആൾക്കാരല്ലല്ലോ, എന്തെങ്കിലും ആപത്തുണ്ടാക്കാൻ വന്ന തീവ്രവാദികളാണോ? ക്യാപ്റ്റൻ ഒരു മഴുവെടുത്ത് ആ വാതിൽ തല്ലി പൊളിക്കാൻ തുടങ്ങും. ഹീറോയും കോബിയും എന്താ ചെയ്യേണ്ടെന്നറിയാതെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് അവിടെ മേയറുടെ പിയെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പേടിച്ച് നിൽക്കുക. ഉടനെ ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് ഹീറോ പറയും, ഞങ്ങളുടെ കയ്യിലൊരു ഹോസ്റ്റേജ് ഉണ്ട്, അകത്തേക്ക് ആരെങ്കിലും കയറി വന്നാൽ ഞങ്ങൾ അയാളെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. ഇത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ വെട്ടി നിർത്തും. പക്ഷെ കോബിയാണെങ്കിൽ, നീ എന്ത് പണിയാടാ കാണിച്ച്, നമ്മൾ കൊള്ളയടിക്കാൻ വന്ന പിടിക്കപ്പെട്ട 5 or 6 വർഷം, പക്ഷെ ഇപ്പൊ കിഡ്നാപ്പിലും പെടുത്തി നീ, അനാവശ്യമായിട്ട് 20 വർഷം നമ്മുടെ തലയിൽ കിടക്കുന്നു. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എനിക്കെങ്ങനെ അറിയാം, ഞാൻ വക്കീല് പഠനമൊന്നും നടത്തിയിട്ടില്ല, സന്ദർഭത്തിന് യോജിച്ച പോലെ ഞാനൊന്ന് ഇംപ്രവൈസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ സീനെല്ലാം കണ്ടിട്ട് PA പറയും, 20 വർഷം മാത്രമല്ല, ഇത് ഫെഡറൽ ബിൽഡിംഗാ, ഇതിനകത്തേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് ഒരു 10 വർഷം കൂടെ, പിന്നെ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി, എന്നെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും ഒരു 10 വർഷം. അത് മാത്രമല്ല, ഇപ്പൊ സ്പോട്ടിൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അവർ തയ്യാറായിട്ടുണ്ടാവും. നിങ്ങളുടെ കാര്യം കട്ട പോകുക. ഹീറോ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക, എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അതിൽ ജീവിതം തീർന്നു. കോബി മിണ്ടാതിരിക്കും, എല്ലാം അവസാനിച്ച മട്ടില്ല. ഈ പോലീസുകാരെല്ലാം സൈലന്റ് ആയതുകൊണ്ട് കോബിക്ക് മനസ്സിലായി അവർ നെഗോഷിയേറ്ററെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. എന്തായാലും ഇവരെത്തിക്കിട്ടിയ മുറി തന്നെയാണ് ആ സേഫ് ഉള്ളത്, അതൊരു ഭാഗ്യം. അതിനകത്ത് എന്താ ഉള്ളതെന്ന് കണ്ടിട്ടെങ്കിലും മരിക്കാലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്ത് പോലീസുകാരൊക്കെ സ്നൈപ്പർ ഷൂട്ടർമാരെ വെച്ച് ഇവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുക. അതിന് പഴയ മേയർ ഓർഡർ കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് മുറിയിൽ കോബി തനിക്ക് അറിയുന്ന നമ്പരെല്ലാം പിടിച്ചമർത്തി ആ ലോക്ക് തുറന്നു, ആ സേഫ് തുറന്നു. അകത്ത് നിറച്ചും പണം മാത്രമല്ല, വേറെന്തൊക്കെയോ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. നിനക്ക് എത്ര 32,000 വേണമെന്നാണ് കോബി ചോദിക്കുക. ഈ സമയത്തായിരിക്കും നമ്മുടെ ഡോക്ടർ ലേഡി പോലീസുകാരടുത്തേക്ക് വരുന്നത്. അവരും പോലീസുകാരുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മേയർ പിയെ പെട്ടെന്ന് സേഫിന് മുന്നിലേക്ക് ചാടി, ഞാനൊരു മാപ്പ് സാക്ഷിയാവാൻ തീരുമാനിച്ചു. അയാൾ സേഫിനകത്തുനിന്ന് 2 ഹാർഡ് ഡിസ്ക് എടുക്കും. ഇതിൽ 20 വർഷത്തെ മേയറുടെ എല്ലാ അനധികൃത പരിപാടികളും ഉണ്ട്, എല്ലാത്തിന്റെ എവിഡൻസ് അത്. എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ മാപ്പ് സാക്ഷിയായി. ഇനി എനിക്കെതിരെ കേസെടുക്കരുത്, ഞാനാണ് ഈ ക്രൈമിനുള്ള വഴി കാണിച്ചെന്ന്, എന്നെ നിങ്ങൾ കൊടുക്കരുത്, രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പിയെ മാറി നിൽക്കും. സംഭവം എല്ലാം വെള്ളത്തിലാവുന്ന പിയയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് 5 മിനിറ്റ് മുന്നേ മാപ്പ് സാക്ഷിയാവുന്നു. ഇപ്പൊ പണം കിട്ടി, പക്ഷെ അത് എടുത്തുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടും, അതാണ് ചോദ്യം. അങ്ങനെ ആ ചോദ്യചിഹ്നത്തിൽ ഹീറോ നിൽക്കുന്ന സമയത്ത് ഹീറോയുടെ ശരീരത്ത് റെഡ് ഡോട്ട് ദൂരെ നിന്ന് ആരോ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഉടനെ കോബി ഹീറോയുടെ പുറത്തേക്ക് ചാടി അവനെ നിലത്തേക്ക് വലിച്ചിട്ട് ഈ സ്നൈപ്പർ ഷൂട്ടർമാരുടെ കയ്യിൽ നിന്ന് ഹീറോയെ രക്ഷപ്പെടുത്തും. അവര് തുരുതുരാ വെടിവെക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു FBI ചീഫ് പോലീസ് പറയുക, വെടിവെക്കരുത്, അകത്തൊരു ഹോസ്റ്റേജ് ഉണ്ട്, അയാളെ നമുക്ക് ജീവനോടെ രക്ഷപ്പെടുത്തണം, നിങ്ങൾ കുറച്ചു നേരത്തേക്ക് വെടിനിർത്തൂ, ഒരു നെഗോഷിയേറ്ററെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും പുള്ളി. പക്ഷെ മേയറാണെങ്കിൽ കൊന്നിട്ടാണെങ്കിലും അയാളുടെ സേഫ് അവിടുന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കും. പക്ഷെ പോലീസുകാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർ നമ്മുടെ ഡോക്ടർ ലേഡീനെ ആയിരിക്കും നെഗോഷിയേറ്റർ ആയിട്ട് വിടുന്നത്. കാരണം അവൾ ഓൾറെഡി ഇവരോട് സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, ഹീറോ ഒരു പ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡോക്ടർ ലേഡീനെ തനിച്ച് ഇവർ പറഞ്ഞു വിടുന്നു. ഡോക്ടർ വന്ന് കതവി മുട്ടുമ്പോൾ കോബി പറയും, അകത്ത് ആളുണ്ടെന്ന്, കക്കൂസി ഇരിക്കാന്ന് വിചാരം. അപ്പോൾ ഡോക്ടർ ലേഡി, റോറി ഇത് ഞാനാണ് ഡോക്ടർ, നിന്റെ ഡോക്ടർ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്, കഥകൊന്നും തുറക്കാവോ? ഹീറോ മെല്ലെ ചെന്ന് കഥക് തുറന്നു നോക്കും. ഡോക്ടർ ഒറ്റയ്ക്കേ ഉള്ളൂ, അകത്തേക്ക് വാന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം ഇത്രയും നേരം പേടിച്ച് വിറച്ച് കിടന്നുകൊണ്ടിരുന്ന നമ്മുടെ PA സ്റ്റൈലായി സോഫയിൽ കയറിയിരുന്ന്, എൻ്റെ പേര് അലൻ ഫ്ലിൻ, ഞാൻ മേയർ സെക്രട്ടറിയാണ്, ഞാൻ ഫുള്ളി നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യാണ്, മേയർ എല്ലാ തോന്നിയാസങ്ങളും ഞാൻ പറഞ്ഞുതരാം, എന്നെ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി. അപ്പം ഇവർ പറയും, ഇത് പോലീസല്ല, ഹീറോയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഡോക്ടറാണെന്ന്. അങ്ങനെ ഡോക്ടർ വന്നിരുന്ന് ഹീറോയുടെ മനോവിഷമങ്ങൾ കേൾക്കുകയാണ്. എന്താണ് നിന്റെ മനസ്സിലുള്ളത് പറയൂ, നിനക്ക് ഈ പണമാണ് വേണ്ടതെങ്കിൽ 2 കെട്ട് പണം ഞാൻ ജാക്കറ്റിൽ തുരുകി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം, നിനക്ക് എന്ത് പറ്റിയാലും പണം സേഫായിട്ട് മകൻ്റെ അടുത്ത് എത്തിക്കോളും. ഇപ്പം നിനക്ക് സമാധാനമായോ? ഇതിനു വേണ്ടിയാണോ നീ ഇതെല്ലാം ചെയ്ത്? നിനക്ക് എന്താണ് തോന്നുന്നത്? ഹീറോ പറയും, എനിക്കിപ്പോൾ മരിക്കണ്ടെന്ന് തോന്നണം. അത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് സന്തോഷമാവും. നിനക്കിപ്പോൾ നല്ല മനോധൈര്യം വന്നിട്ടുണ്ട്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്,
ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സെക്രട്ടറി അയാൾ പറയാ എനിക്കും മരിക്കണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ. ഉടനെ കോബി, അലൻ നീ ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല, നിന്നെ ചേർക്കാനും ഉദ്ദേശമില്ല, ഒന്നും മിണ്ടാതെ മാറിയിരിക്കും. അപ്പൊ ഹീറോ ഉടനെ ചാടി എഴുന്നേറ്റിട്ട് പറയും ഇപ്പൊ ഞാൻ പോലീസിന് പിടികൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് മരിക്കണ്ട. അപ്പൊ ഡോക്ടർ പിടികൊടുത്തിട്ടും കാര്യമില്ല, നിന്നെ കണ്ട ഉടനെ വെടിവെച്ച് വീഴ്ത്താനാണ് അവിടുത്തെ ഓർഡർ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക മാത്രമേ വഴിയുള്ളൂ, അതെങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ ഹീറോ ഉടനെ ചൂടാവാ, നീലടി പറഞ്ഞ് ഇത്രയും കാലം എന്നെ പിടികൊടുക്കുന്നു, എന്നിട്ട് ഇപ്പോ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞാലോ? അപ്പൊ ഡോക്ടർ പറയും ഇത്രയും കാലം എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇപ്പോഴാണ് ബോധം വന്ന്, അവര് നിന്നെ കൊന്നുകളയും, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. ഇവരെന്താ ചെയ്യേണ്ടതെന്നറിയാ തല പുകഞ്ഞിരിക്കുക. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഡോക്ടർ ലേഡിയും സെക്രട്ടറിയും കൂടെ മെല്ലെ പുറത്തേക്ക് വരുന്നുണ്ട്. ഹോസ്റ്റേജിനെ അവർ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഇനി എന്താ സംഭവിക്കാൻ പോണെന്നറിയില്ല. പോലീസുകാർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്നുണ്ട് ഒരു ബമ്പൺ ട്വിസ്റ്റ്. അവർ ആ സേഫ് മൊത്തത്തിൽ മേയർ മുറിയിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടും. അത് നിറച്ചും പണമാണല്ലോ. ആ പണമെല്ലാം ചിന്നി ചതറുന്നു. നമ്മുടെ കൂട്ടുകാരും മെല്ലെ ഫയർ ആൻഡ് സേഫ്റ്റി വസ്ത്രം വീണ്ടും ഇട്ടിട്ട് നൈസായിട്ട് ഇറങ്ങി വരിക. ഇവിടെ പോലീസുകാരും നാട്ടുകാരും പകച്ചു നിൽപ്പുണ്ട്. മേയർ പറയും അതെന്റെ അല്ല, എനിക്കും ആ സേഫായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര തന്നെ പോലീസുകാരുണ്ടെങ്കിലും ഇത്രയും പണം ചെതറി കിടക്കുന്ന കാണുമ്പോൾ, കാറ്റി പറക്കുന്ന കാണുമ്പോൾ മനുഷ്യന്മാര് വെറുതെ ഇരിക്കോ? കൊല്ലുകയാണെങ്കിൽ എന്നെ കൊന്നോടാ, ഇതിലെ 4 പണം പെറുക്കാതിരിക്കില്ലെന്നും പറഞ്ഞ് ഒരുത്തൻ ആദ്യം ഓടിച്ചല്ലോ. അവൻ ഓടിച്ചെന്ന് പെറുക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ അവരും വെറുതെ ഇരിക്കില്ല. പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി അവരും ഇടിച്ചു കയറി ഈ പണം എല്ലാം പെറുക്കുന്നു. സോ പോലീസിന്റെ കൺട്രോൾ അവിടെ വിട്ടുപോവാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ സമയം നോക്കി ഒരു ഫയർ എഞ്ചിൻ അവിടുന്ന് കടന്നു പോകുന്നുണ്ട്. അതിലാരാണെന്ന് പോലും പോലീസുകാർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. മറ്റാരുമല്ല, നമ്മുടെ കൂട്ടുകാരാ. അവർ ഫയർ എഞ്ചിനുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. സമാധാനത്തോടെ രക്ഷപ്പെട്ടു. ഇനി സന്തോഷത്തോടെ ജീവിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ആ റൗഡി പോലീസുകാരൻ അയാളുടെ ടാങ്കുമായിട്ട് വരുന്നത്. ഹീറോ ബേജാറിൽ വണ്ടി ഗിയറിലിട് എന്ന് പറയുന്നുണ്ട്. കോബി ആണെങ്കിൽ ഗിയറിൽ ഇട്ടതുകൊണ്ടാണ് വണ്ടി ഓടുന്നത്, ഇനി ഞാൻ ന്യൂട്രലാക്കണമെന്ന് ചോദിക്കും. എന്തായാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. ടാങ്കുകാരൻ അവരെ വണ്ടി ഇടിച്ചു നിർത്തി. എന്നിട്ട് തോക്ക് കാണിച്ച് രണ്ടുപേരെയും പുറത്തേക്ക് ഇറങ്ങാൻ പറയും. അപ്പൊ കോബി ഞങ്ങൾ ട്രീറ്റ്മെന്റില്ല, നിങ്ങൾ പോയിട്ട് നാളെ വരുമെന്ന് പറയുന്നുണ്ട്. മൊട്ട പോലീസ് കാഞ്ചി വലിക്കുമ്പോൾ കോബി മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ ആ സേഫിൽ നിന്ന് അടിച്ചു മാറ്റിയ 2 ഹാർഡ് ഡിസ്ക്, ഈ മേയറെ വിവരങ്ങളടങ്ങിയ 2 ഹാർഡ് ഡിസ്ക്, അത് ഈ പോലീസുകാരന് കൊടുത്തിട്ട് പറയും മേയറുടെ 20 വർഷത്തെ താണ്ഡവങ്ങൾ മൊത്തം ഈ ഡിസ്കിലുണ്ട്, നിങ്ങൾക്ക് 3 പ്രമോഷൻ കിട്ടും, ഇത് വെച്ചോളൂ, പകരമായിട്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യം അത് തന്നാ മതി. ഇതും പറഞ്ഞ് അവർ നെഞ്ചു വിരിച്ച് നിൽക്കുമ്പോൾ അവരെ വെറുതെ വിട്ടു എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ മൊട്ടത്തടിയൻ എവിഡൻസും വാങ്ങിയിട്ട് ഈ 2 പേരെ സെല്ലി പൂട്ടുകയും ചെയ്തു. ഹീറോയ്ക്കാണെങ്കിൽ കോബിയുടെ കൂടെ തന്നെ കിടക്കേണ്ട അവസ്ഥ. അവന്റെ വായ അടച്ചു വയ്ക്കുന്നുമില്ല. ഇനി നമുക്ക് മുടി വെട്ടണ്ട, തുണി വാങ്ങിക്കണ്ട, സ്റ്റൈല് നോക്കണ്ട, എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട, കല്യാണം കഴിക്കേണ്ട. ഹീറോ പറയും ഞാൻ ഒരു തവണ കഴിച്ചാണ്, ഞാൻ കഴിച്ചിട്ടില്ല, ഒരു പ്രശ്നമില്ല, ലോകത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, മിണ്ടാതെ കിടന്നാൽ മതി, ആയുഷ്കാലം മുഴുവൻ നമുക്കിവിടെ കിടക്കാം. ഇതും പറഞ്ഞ ഒരു ജയിലിൽ കിടക്കുകയാണ്. ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച ട്രംപിനെ പോലീസുകാരെല്ലാം വളഞ്ഞു പിടിച്ചു. അയാൾക്കിനി രാഷ്ട്രീയ ജീവിതമില്ല. ഈ നേരത്ത് പുതിയ മേയർ സെക്രട്ടറി പറയും സർ, നമുക്ക് 2 ഹാർഡ് ഡിസ്ക് നിറച്ചും $100 മില്യൺ അൺട്രേസബിൾ ഡോളേഴ്സിന്റെ വിവരങ്ങളാണുള്ളത്. ഗവൺമെന്റിന് അതെവിടെയാണെന്ന് അറിയില്ല, ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ചും അറിയില്ല. ആ ജയിലിൽ കിടക്കുന്ന 2 കിഴങ്ങന്മാർക്ക് ട്രയൽ നടത്തിയാൽ അവർ ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയും. അവരെ വെറുതെ വിടുകയാണെങ്കിൽ ഈ $100 മില്യൺ നമുക്ക് മാത്രം സ്വന്തം. എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പം ചൈനക്കാരൻ കണ്ണും ചിമ്മി കാണിക്കുന്നുണ്ട്. അപ്പൊ അയാളെ 100 മില്യൺ തട്ടിയെടുക്കാൻ വേണ്ടി നമ്മുടെ പിള്ളേരെ വെറുതെ വിടുന്നു. ഇവർക്ക് വിചാരണ വെച്ചാലല്ലേ ആ ഹാർഡ് ഡിസ്കിനെ പറ്റി ഇവർ മിണ്ടുള്ളൂ. സോ വിചാരണ ഇല്ലാതെ, കേസൊന്നുമില്ലാതെ ഇവരെ ഇറക്കി വിടുക. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കുറച്ച് നാളായിട്ട് എന്താ സംഭവിക്കണേ, നമ്മൾ എന്തിനാ അവരെ ഇറക്കി വിട്ട്? അപ്പൊ അത്രയുള്ളോ, വീട്ടിൽ പോകാവോ? കോബി പറയും മിണ്ടാതെ നടക്കുന്നു. 2 പേരെ വണ്ടികളും അവിടെ നിർത്തിയിട്ടുണ്ട്. ഹീറോ ഓടിച്ചെന്ന് വണ്ടി കയറും. കോബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ ചോദിക്കും ഹീറോയോട്, ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞല്ലോ, എന്നിട്ട് നീ ചിരിച്ചില്ല, എന്തുകൊണ്ടാ നീ ചിരിക്കാത്തതെന്ന് ചോദിക്കും. ഹീറോ പറയും ഞാൻ ചിരിച്ചല്ലോ, നീ കണ്ടില്ലേ? ഇല്ല, നിനക്ക് 2ാം തവണ വെടിയേറ്റപ്പോൾ ഞാൻ ചിരിച്ചു, നീ ചാകുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു, എന്തായാലും അത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഡോറും അടച്ച് വണ്ടി എടുത്തോണ്ട് പോകും. കോബിയാണെങ്കിൽ പോടാ പുല്ലേന്നും പറഞ്ഞ് കോബിയും അവന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അണ്ണൻ നേരെ ഒരു അപ്പാർട്ട്മെന്റിന് ഫ്രണ്ടിൽ ചെന്ന് അവിടുത്തെ സ്റ്റെപ്പിലിരിക്കും. എന്താ സംഭവം എന്നറിയാതെ നോക്കുമ്പോഴാണ് ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ. ഇവനെ കാണുമ്പോൾ മെല്ലെ ഒന്നും മിണ്ടാതെ നൈസായിട്ട് വന്ന് അവൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. നീ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും വേണമെങ്കിൽ ഒന്നുകൂടെ പോലീസിനെ വിളിക്ക്, എന്നെ പിടിപ്പിച്ചോളാം. സംഭവം 2 പേരും തമ്മിൽ തല്ലാണെങ്കിലും എവിടെയോ ഒരു ഫയർ സ്പാർക്കായി ലബ്ബായിട്ടുണ്ട്. ഒരു തെരുവിലെ പിക്ക് പോക്കറ്റും MD ഡോക്ടറും നല്ല കോമ്പിനേഷനാ. എന്തായാലും ആ ഡോക്ടറെ സംസാരത്തിൽ ജയിക്കാൻ വിടാതെ അവൻ തകർത്ത് കളഞ്ഞല്ലോ. അവിടെ ആയിരിക്കണം പെണ്ണ് ഇംപ്രസ് ആയിട്ടുണ്ടാവുക. അവർ 16 പെറ്റ് നീണാൽ വാഴട്ടെ. എന്തായാലും സിനിമ അവിടെ വെച്ച് അവസാനിക്കും. നന്ദി, നമസ്കാരം. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു
അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ